ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഷഷ്ഠിവ്രതം, അതായത് ഷഷ്ഠിവ്രതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഐശ്വര്യത്തെ പറ്റിയും, അതുപോലെ നമ്മുടെ പുത്രന്മാരുള്ളവരാണ് മെയിനായിട്ടും ഷഷ്ഠിവ്രതം എടുക്കേണ്ടത്. അതായത് പുത്രന്മാരുടെ നന്മയ്ക്കും അവരുടെ ദീർഘായുസ്സിനും അതുപോലെ തന്നെ കുടുംബത്തെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടി മുരുകനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ നാരായണനെ ഭജിക്കുന്നതാണ് ഷഷ്ഠിവ്രതം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അതായത് ശ്രീ പാർവതീ ദേവി എടുത്തിട്ടുള്ള ഒരു വ്രതമാണ് ഈ ഷഷ്ഠിവ്രതം എന്ന് പറയുന്നത്. അത് ഭഗവാനെ, അതായത് പാർവതീ ദേവിയുടെ പുത്രനാണല്ലോ മുരുകസ്വാമി. അപ്പം ഭഗവാന് ഒരിക്കൽ, അതായത് കുട്ടിക്കാലത്ത് പ്രണവത്തിൻ്റെ അർത്ഥം നമ്മുടെ ബ്രഹ്മാവിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനൊന്നും ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. അപ്പോൾ ബ്രഹ്മാവിനെ കുറേ കളിയാക്കും. നമ്മുടെ മുരുകസ്വാമി കളിയാക്കും. എന്നിട്ട് പ്രണവത്തിൻ്റെ അർത്ഥം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഓംകാരത്തിൻ്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇത് പിന്നീട് നമ്മുടെ ശിവഭഗവാന് ഇത് പറഞ്ഞ് പുത്രനോട് പറയും, മോനെ ഇത്രയും വലിയൊരാളിനെ നീ കളിയാക്കിയത് ഒട്ടും ശരിയായില്ലെന്ന് പറയും. അങ്ങനെ ഭഗവാൻ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഭഗവാന് തന്നെ തോന്നും, കാര്യം നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പ്രായശ്ചിത്തം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ സർപ്പരൂപത്തിലങ്ങായി മറയുകയാണ് ഉണ്ടായത്. നമ്മുടെ പാർവതി ദേവി ആകെ ദുഃഖിതയാകും. അപ്പോൾ ദുഃഖിതയായിട്ട് പാർവതി ദേവി സഹോദരന് സമമായിട്ടാണ് നമ്മുടെ നാരായണനെ സഹോദരന് തുല്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നാരായണനെ ഭജിക്കും. ഭഗവാനെ ഞാൻ എന്താണ് ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് പറയും. അതുകൊണ്ട് ഇതുപോലെ ഷഷ്ഠിവ്രതം ദേവി എടുത്താൽ മതി. നിഷ്ഠയോടുകൂടി നമ്മൾ ഷഷ്ഠിവ്രതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പുത്രൻ്റെ സ്വരൂപത്തിൽ നമുക്ക്, അതായത് 7ാമത്തെ ഷഷ്ഠിക്ക് തന്നെ പുത്രൻ്റെ സ്വരൂപത്തിൽ തിരിച്ചു വരുന്നതായിരിക്കും എന്ന് പറയും. അങ്ങനെ ദേവി നിഷ്ഠയോടുകൂടി ഷഷ്ഠിവ്രതം എടുക്കും. അങ്ങനെ 7ാമത്തെ ഷഷ്ഠിക്ക് തന്നെ മുരുകസ്വാമി സ്വരൂപത്തിൽ, സർപ്പരൂപം വിട്ട് സ്വരൂപത്തിൽ വന്നു. അപ്പം നമ്മൾ മുരുകസ്വാമിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, അതായത് പുത്രനായിട്ട് നമ്മുടെ സ്വാമി സങ്കല്പിച്ചുകൊണ്ട് നാരായണനെ ഭജിക്കുന്നതാണ് ഷഷ്ഠിവ്രതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദിവസം നമ്മൾ പഞ്ചമിയുടെ അന്നേ തലേന്ന് ദിവസം ഒരിക്കൽ മാത്രമേ ഫുഡ് കഴിക്കൂ. അതായത് ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു നേരമേ അരിയാഹാരം കഴിക്കാം. പിന്നെ അത് നിങ്ങളുടെ സൗകര്യാർത്ഥം രാത്രി പഴമോ അങ്ങനെയൊക്കെ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. പിന്നെ പ്രഭാതത്തിൽ അറിയാമല്ലോ നമുക്ക് വെജായിട്ടുള്ള സാധനങ്ങൾ, അതായത് ചപ്പാത്തി അതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഷഷ്ഠിയുടെ അന്ന് നമ്മൾ രാവിലെ പ്രഭാതത്തിലെ കുളിച്ച് നമ്മൾ ഭഗവാന്റെ അടുത്ത് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നേരെ അടുത്ത് നമുക്ക് മുരുകക്ഷേത്രമോ അതല്ലെങ്കിൽ നാരായണ ക്ഷേത്രങ്ങളോ അതല്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയാൽ മതിയാവും. മെയിനായിട്ട് മുരുകൻ്റെ ക്ഷേത്രമുണ്ട്, തീർച്ചയായും മുരുകൻ ക്ഷേത്രത്തിലാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ പോയതിന് ശേഷം ഭഗവാന് നമുക്ക് കഴിയുന്നതും നമ്മളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ഭസ്മം, പനിനീര്, അത് നാരങ്ങാമാല ഒക്കെ സമർപ്പിക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്യുക. അതിനുശേഷം പിന്നെ അതായത് ഉച്ചയ്ക്ക് നമുക്ക് ഭഗവാന് വേണ്ടി അവിടെ കഴിപ്പിച്ച അന്നത്തിൻ്റെ ഒരല്പം, അതായത് നമുക്ക് വെള്ള നിവേദ്യം മേടിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ വന്നിരുന്ന് വേണമെങ്കിൽ മുളക് പൊടിയോ ഉപ്പോ ഒക്കെ ചാനിച്ച് ചോറ് കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അതുപോലെ വൈകിട്ടും നമുക്ക് പഴവർഗ്ഗങ്ങളൊക്കെ മാത്രം കഴിക്കാം. അതല്ല നമ്മൾ ടാബൊക്കെ എടുക്കുന്നവരാണ്, ഡയബറ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ള അമ്മമാരോ പ്രായമായവരൊക്കെ ആണെങ്കിൽ അവർക്ക് പറ്റത്തില്ലല്ലോ. അപ്പം പിന്നെ അവർക്ക് ഗോതമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. അതൊന്നും പ്രശ്നമില്ല. അത് നമ്മുടെ മനസ്സും നമ്മൾ എപ്പോഴും ഭഗവാനെ ഭജിക്കുക. അതുപോലെ ഓം വജത് ഫുവേ നമ, അതുപോലെ ഓം സനൽകുമാരായ വിദ്മഹി ഷഡാനനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത് എന്ന മന്ത്രങ്ങൾ ഒക്കെ ജപിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രവും കൂടെ നിങ്ങൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ കുളി കഴിഞ്ഞ് വന്ന് നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കത്തില്ലേ, വിളക്ക് കത്തിച്ച് അന്നേരം നമുക്കിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, നമ്മുടെ വീട്ടിൽ തന്നെ വേണമെങ്കിലും നമുക്ക് വിളക്ക് കത്തിച്ച് തൊഴുത്, അതുപോലെ നമുക്ക് പച്ചരി പറ്റിച്ച് അതിനായിട്ട് വേണ്ടി ഒരു പാത്രമൊക്കെ മാറ്റി വെച്ചിരുന്നാൽ മതി. അതായത് ഫിഷോ ഒന്നും പറ്റാത്ത നല്ല ഒരു പാത്രം നമ്മൾ ഇതിനായിട്ട് മാത്രമായിട്ട് കരുതി വെച്ചിരുന്നാൽ മതി. വീട്ടിൽ തന്നെ വേണമെങ്കിൽ നമുക്ക്
വെള്ളച്ചോറ് ഉണ്ടാക്കാവുന്നതാണ്, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു നാമവും കൂടെ, ഒരു നാമമാണ്, മന്ത്രമല്ല, ഒരു നാമമാണ്, ഇതുകൊണ്ട് നമ്മൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവത് പ്രസാദം നമ്മളിൽ വന്നു ചേരുന്നതായിരിക്കും. നമ്മുടെ പുത്രന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറും, അവർക്ക് ദീർഘായുസ് ഭഗവാൻ കൊടുക്കും, ഭഗവാന്റെ ഒരു പ്രത്യേക സെക്യൂരിറ്റി തന്നെ അവർക്കുണ്ടാവും, അതിന് ഏറ്റവും നല്ലതായിരിക്കും. അപ്പം ഈ നാമം ഇതാണ്. അതായത് ഭഗവാനെ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ കുറേ പുഷ്പങ്ങൾ കയ്യിൽ വെച്ചിരിക്കുക. അതായത് തെറ്റിപ്പൂവോ ചെമ്പരത്തിപ്പൂവോ എന്ത് വേണമെങ്കിലും ആകാം, അതൊന്നും പ്രശ്നമില്ല. അതല്ലെങ്കിൽ നമ്മുടെ വെള്ളപ്പൂക്കളുണ്ടല്ലോ, എന്ത് പറയുക, മുല്ലപ്പൂ ആണെങ്കിലും മതി, അതല്ല അരുളിപ്പൂ ആണെങ്കിൽ അതായാലും മതി, അതൊന്നും കുഴപ്പമില്ല. ഒരു പുഷ്പം ഭഗവാന് സമർപ്പിക്കണം. അതായത് ഈ പുഷ്പം സമർപ്പിച്ചുകൊണ്ട് വേണം ഈ നാമം ജപിക്കാൻ. അതാണ്, മനസ്സിലായി? അതുകൊണ്ടാണ് അപ്പം അർച്ചനാ പുഷ്പങ്ങൾ 1000 പാദത്തിൽ അർപ്പിച്ചിടുന്നു ഞാൻ ശ്രീമുരുക, ആദിയും വ്യാധിയും തീർത്തരുളിയിടണേ ആനമുകുന്ദൻ്റെ സോദരനീ, ഇക്കണ്ട ലോക ദുരിതങ്ങൾ നീക്കി നീ ഈ ജന്മസാഫല്യമേകിടണീ, ഈശാനന്ദന ഷൺമുഖ ശ്രീഗുഹ ഈ ലോകമായയകറ്റിടണീ, ഉള്ളിൻ്റെ ഉള്ളിൽ നീ ദീപമായി വാഴണേ ഉമ്പർവോൻ പോറ്റുന്ന തമ്പുരാനി, ഊനങ്ങൾ തീർക്കുന്ന ജ്ഞാനസ്വരൂപമേ ഊഴിയിലുടലാതെ കാത്തിടണേ, വൃഷവൽക്കരിക്കുന്നു മാമകമാനസം രക്ഷ ചെയ്തിടണേ ഷൺമുഖനെ, 8 ചുറ്റും നിന്നിട്ട് എന്നെ മതിക്കുന്ന കഷ്ടങ്ങൾ തീർക്കണേ വേലവാനി, ഏതുമൊന്നും ഭവാനില്ലൊഴിഞ്ഞൊന്നുമേ ബോധവാനാക്കണേ ശ്രീകുമാര, ഐശ്വബീജത്തിൽ നിന്നുത്ഭവിച്ചുള്ളൊരു ഐശ്വര്യദേവ തുണച്ചിടണേ, ഒന്നുപോലെ അഖിലാണ്ട കോടി ഭരിക്കുന്ന ഓങ്കാരരൂപനെ കാത്തിടണേ, ഓമെന്ന പ്രണവമന്ത്രത്തിൻ്റെ തത്വമേ ഓമന രൂപം നീ കാട്ടിടണേ, ഔദാര്യമേറുന്ന ശങ്കരീ നന്ദന ഈ ഉള്ളവരെ തുണച്ചിടണേ, അംബുജ സംഭവൻ തന്നെയും തോൽപ്പിച്ച വൈഭവമൂർത്തി കനിഞ്ഞിടണേ, അല്ലും പകലും ഭവാനെ സ്തുതിക്കുന്ന അൽപരാം ഞങ്ങളെ കാത്തിടണേ. അത് ഇത്രയും ജപിച്ചതിന് ശേഷം ഭഗവാന് ഫസ്റ്റിലെ പൂരണം, പിന്നെ ബാക്കിയുള്ള പൂക്കളും കൂടെ ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഷഷ്ടിയുടെ അന്ന് ഇങ്ങനെ ഈ രീതിയിൽ ഈ ഒരു നാമോട് ജപിച്ചുകൊണ്ട് നിങ്ങൾ വ്രതം എടുക്കൂ. നിങ്ങളുടെ പുത്രന്മാരെ ബാധിച്ചിരിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന സർവ്വദോഷങ്ങളും മാറി സർവ്വ ഐശ്വര്യം ഭഗവാൻ കൊണ്ട് തരുന്നതായിരിക്കും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.